സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പ്രശസ്ത വാസ്തുശില്പി ശ്രീ ജി ശങ്കറാണ്. ശങ്കർ സ്ഥാപിച്ച ഹാബിറ്റാറ്റ് 30 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ കൗമുദി ടിവിയുമായി സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ ശങ്കർ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഹാബിറ്റാറ്റ് 30 വർഷം പൂർത്തിയാകുകയാണ്. എന്ത് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ, ലുക്കിംഗ് ബാക്ക്? എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം ആണ് തോന്നുന്നത്. കാരണം വെച്ചാൽ സഹനത്തിൻ്റെ വഴികളിൽ പലതവണ നമ്മൾ തളർന്നിട്ടുണ്ട്. ഇതൊരു പോരാട്ടത്തിൻ്റെ വഴിയായിരുന്നു. കാരണം ഈ പണ്ട് ഇംഗ്ലീഷ് പറയില്ലേ, ഐ ടുക്ക് എ ഡിഫറെൻറ്റ് റൂട്ട്. ആരും സഞ്ചരിക്കാത്ത കല്ലും മുള്ളും നിറഞ്ഞൊരു പാതയാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്തത്. എൻ്റെ മുമ്പിൽ ഒരാൾ നടന്നിരുന്നു, അദ്ദേഹം ലോറി ബേക്കർ. അദ്ദേഹം ഈ പിക്കാസോ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ആദ്യ ഈ വഴി നടക്കുന്നവനാണ് കല്ലും മുള്ളും കൊണ്ട് ഈ പാദങ്ങളൊക്കെ മുറിഞ്ഞ് രക്തം. അതുപോലെ ഒരുപക്ഷെ ബേക്കർ ആദ്യം നടന്നു പോയതുകൊണ്ട് എൻ്റെ വഴി കുറച്ചുകൂടി സുഖമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ എങ്കിലും ഏകാന്തഭരിതവും ദുരിതപൂർണവുമായ ഒരു ദീർഘയാത്രയുടെ അന്ന് നമുക്ക് സപ്പോർട്ടുകളില്ല, അന്നങ്ങനെ പിന്തുണകളില്ലാതെ തണലില്ലാതെ വെയിലത്തടന്നൊരു യാത്രയുടെ ഒരു ബാക്കി പത്രമാണ് ഈ 30 വർഷം. 30 വർഷം അതിജീവിക്കുക. അതുകൊണ്ട് സന്തോഷപൂർവ്വമാണ്, നമ്മൾ ആഘോഷപൂർവ്വമാണ് ഈ ഇതിലേക്ക് പോകുന്നത്. കാരണം സന്തോഷമുണ്ട്, മനസ്സിന് തീർച്ചയായിട്ടും നിറഞ്ഞ സന്തോഷമുണ്ട്. നമ്മൾ ഒട്ടും ഞാൻ നേരത്തെ പറഞ്ഞ താങ്ങില്ലാതെ വളർന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ഈ പ്രസ്ഥാനം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ നോൺ പ്രോഫിറ്റ് സെക്ടറിൽ, ഈ ലാഭമില്ലാത്ത ഒരു സെക്ടർ വർക്ക് ചെയ്യുന്ന അവിടെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പേർക്ക് തൊഴിൽ, 40,000 തൊഴിലാളികളുണ്ട്. അവർക്ക് ഒരു ദിവസം ആഹാരം കൊടുക്കുവാൻ, ഒരു നല്ല ജീവിതം കൊടുക്കുവാനൊക്കെ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ബേക്കർ അല്ലാതെ വേറെ പൂർവ്വ മാതൃകകളുമില്ല താങ്കൾ നടന്ന വഴിയിൽ? ഇല്ല, കാരണം ഞാൻ എൻ്റെ മാതൃകകൾ തേടി നടന്ന ഒരാളാണ്. ഞാൻ ഈ ആർക്കിടെക്ചറിലേക്ക് കടന്നു വന്ന വഴി തന്നെ വളരെ വിചിത്രമായ വഴികളാണ്. എന്തായിരുന്നു ഇതിൽ താല്പര്യം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ യഥാർത്ഥത്തിൽ ഞാനൊരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. എനിക്ക് പട്ടിണിയും പരിവട്ടവും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. 3 നേരം എനിക്ക് ആഹാരം കഴിക്കാനുള്ള വകയുണ്ടായിരുന്നു, അഷ്ടിയുണ്ടായിരുന്നു. അതൊന്നും ഇല്ലാത്ത ആൾക്കാരെ കാണാനുള്ള ഒരു സാമൂഹ്യ അവസരം എനിക്കുണ്ടായി. ഞാൻ ഈ വളരെ കൊച്ചിലെ ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ഈ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം തുടങ്ങിയിട്ടുള്ള ഇതിനകത്ത് ഈ പുസ്തകം വിൽക്കാനായിട്ടും അടുപ്പ് വിൽക്കുവാനായിട്ടും നടന്നിട്ടുള്ള വേളകളിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഇല്ലാത്തവരെ കാണുന്നത്, നാളുകളില്ലാത്തവരെ കാണുന്നത്. ഇന്ത്യയിൽ അതൊരു വലിയൊരു ജനവിഭാഗം അങ്ങനത്തെ ഭൗതിക സാഹചര്യത്തിൽ ജീവിക്കുന്നത് അക്കാലത്താണ് കണ്ടിട്ടുള്ളത്. മേൽക്കൂര ഇല്ലാത്തവർ, അത് മേൽവിലാസം ഇല്ലാത്തവർ മനസ്സിലല്ലേ. നമുക്ക് അവർക്കൊക്കെ മുഖങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള തിരിച്ചറിവ് പിന്നീടാണ് വന്നത്. അത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഞാൻ ഭാഷ വളരെ വൈകിയാണ് പഠിച്ചത്. മലയാള ഭാഷ വളരെ വൈകിയാണ് പഠിച്ചത്. ഞാൻ വിദേശ നാട്ടിലായതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒരു ഗോത്രഭാഷയാണ് ആദ്യം പഠിച്ചത്. അത് വളരെ വൈകിയാണ് മലയാള ഭാഷ. അതിന് കൂടെ എനിക്ക് സംസാരിക്കാൻ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്കൊരു കടുത്ത വിക്കുണ്ടായിരുന്നു ഇത് രണ്ടും എന്നെ ഒരു ഏകാന്തതയുടെ ഒരു കനത്ത വേലിക്കെട്ടിനകത്തൂട്ടിൽ എന്നെ ബന്ധനസ്ഥനാക്കി. ഒരു ഏകാന്തതയുടെ മാനങ്ങൾ ഞാൻ തിരിച്ചറിയുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 7ാം ക്ലാസ്സിൽ ഞാൻ ഒരു ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്, യമുകുന്ദൻ ഒരു അവധിക്കാലത്ത് എഴുതിയ, അന്ന് അവധിക്കാലത്ത് വായിച്ചിരുന്നൊരു കഥയിൽ രാധ എന്ന പെൺകുട്ടി രാധയെ നോക്കിയിരുന്ന് നാൺവായരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ ആരാണ് നാൺവായരെന്ന്. പിന്നീട് കുറേ ദിവസങ്ങൾ ഉറങ്ങിയില്ല. ഞാൻ ആരാണെന്ന് എനിക്ക് എന്നെ കൊച്ചിലെ ഇതാണ് എനിക്ക്. അതോടൊപ്പം തന്നെ എൻ്റെ മുമ്പിൽ കുറേ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ സ്വന്തം ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്ത, ഹരകിരി ചെയ്ത യുക്കിയോ മിഷിമ എന്ന ജാപ്പനീസ് സാഹിത്യകാരൻ, അതുപോലെ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് മരിച്ച എൻ്റെ ഏറ്റവും പ്രിയ കവയിത്രിയായ സിൽവിയ പ്ലാത്ത്, നമ്മുടെ സ്വന്തം രാജലക്ഷ്മി, ഇവരൊക്കെ മരണത്തിൻ്റെ ഉപാസകരായിരുന്നല്ലോ. പക്ഷേ ഈ ഏകാന്തതയിൽ ഈ സാഹിത്യത്തിൻ്റെ ഒരു വലിയ ലോകം താങ്കൾക്ക് മുന്നിൽ തുറന്നിരുന്നു. പക്ഷേ അതെന്നെ ഒരുപാട് വേദനകളിലേക്ക്, അറിവിൻ്റെ ഒരുപാട് വാതിലുകൾ തുറന്നു എന്നാണ്. ഈ അറിവേ ദുഃഖം നിലവേ ദുഃഖം,
അതറിവതും അറിയാതെ ഇരുളിൽ പൂണ്ടുരുളുന്നത് ഒരുപോലെ ദുഃഖമെന്ന് ഈ കൊച്ചു നാളിൽ അന്ന് എനിക്കൊന്നൊരു പക്വതയില്ലാത്ത ഒരു വായനയിലേക്കാണ് ഞാൻ നേരെ ഒരുപക്ഷെ പടിപടിയായിട്ടുള്ളൊരു വായനാനുഭവത്തിൽ നിന്നും അല്ല, ഞാൻ വായിച്ചു തുടങ്ങുന്ന കെ സുരേന്ദ്രനാണ്, മലയാറ്റൂർ രാമകൃഷ്ണൻ. അതിൽ നേരെ കയറുന്നത് യമുകുന്ദനിലേക്കാണ്. കാക്കനാടൻ്റെ കാലത്ത് ഈ നരേന്ദ്രപ്രസാദിൻ്റെ ഈ ഭാവുകത്വത്തിനെ പറ്റിയുള്ള ചില അത്യന്താധുനിക സാഹിത്യത്തെ പറ്റിയുള്ള ചില നിരീക്ഷണങ്ങളിലേക്ക്, അസ്തിത്വവാദത്തിലേക്ക്, അതിൻ്റെ കടുത്ത ജീവിത പ്രതിസന്ധിയിലേക്ക് ഈ അസ്തിത്വവാദം ഈ 6ാമത്തെ വയസ്സിൽ തൊട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ല, അതിന് വേറൊരു കാരണമുണ്ട് സുഹൃത്തെ. അതായത് രാജേഷിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. മലയാള രാജ്യം എന്നൊരു വാരിക MP ചെലപ്പനായർ സാറിൻ്റെ പത്രാധിപത്യത്തിൽ അന്ന് നല്ല വായനക്കാരൻ. അതിനകത്ത് മരണത്തെക്കുറിച്ചൊരു ദീർഘമായ സീറ്റ്, അത് ഞാൻ ഇവിടെ മരിച്ചു പോകുന്നു, ഞാൻ ഒരു 5-6 വർഷം കഴിഞ്ഞ് ഉത്തർപ്രദേശിൽ രാട്ടിടയൻ്റെ മകനായിട്ട് ജനിക്കുന്നു. ആട്ടിടയൽ ഒരു ഭൂമിയെ കാണുമ്പോൾ ഞാൻ എൻ്റെ ഭൂമിയുമായിട്ട് തിരിച്ചറിയുന്നു. ഞാൻ കണ്ട തെങ്ങുകൾ അല്ല ഞാൻ കണ്ട കുളത്തിനോട് എന്തോ സാമ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പൂർവ്വസ്മൃതികളിലേക്ക് മാറുന്ന ഒട്ടനവധി അനുഭവ സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്ന ദീർഘമായ സീരിയലുണ്ടായിരുന്നു. അതെന്നെ അഗാധമായ ചില സംശയങ്ങളിലേക്ക് നയിച്ചു എന്ന് തിരിച്ചറിയുന്നുണ്ട്. അന്ന് ഞാൻ മരണത്തിൻ്റെ ഉപാസകനായി. ഇത് ഭയങ്കര ഒരു വ്യത്യാസമാണ്. അതിനകത്ത് മരണത്തിനെ പറ്റിയുള്ള അഭിനിവേശം ഒരു ഭാഗത്ത്, ജീവിതത്തിനോടുള്ള അഭിനിവേശം മറുഭാഗത്ത്. കൊച്ചുകുട്ടിയല്ലേ, ഞാനൊരു പക്വതയില്ലാത്ത മനസ്സുള്ള ഒരു 7ാം ക്ലാസ്സുകാരന് ഇത് വലിയ പ്രശ്നമായിരുന്നു. ആ ഒരു ഏകാന്തത, ആ ഒരു മരണത്തിനോടുള്ള ഉപാസന പഠിത്തം നിർത്തുന്ന രീതിയിൽ ഞാൻ ഒരു ഏകാന്തവാസത്തിലേക്ക് പോവുകയുണ്ടായി. പിന്നീടാണ് ഞാൻ പഠിത്തത്തിലേക്ക് കടന്നത്. ഞാൻ അന്ന് വളരെ മിടുക്കനായൊരു കുട്ടിയായിരുന്നു. 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും സംസ്ഥാനതല നടത്തിയ സ്കോളർഷിപ്പ് പരീക്ഷയിൽ 2ൽ ഒന്നാമനായിരുന്നു. ഞാൻ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ എനിക്ക് പഠിത്തത്തിൽ താല്പര്യമില്ലാതായി. കാരണം ഇതിൽ എന്ത് ചെയ്താലും അന്ന് ഈ വായനയിലും ഇത്തരം ചിന്തകളിലുമാണോ അഭിരമിച്ചിരുന്നത്? തീർച്ചയായിട്ടും അന്ന് ജീവിതം ഒരു അർത്ഥരഹിതമായൊരു നിരർത്ഥകമാണെന്നുള്ളത്, നിരർത്ഥമാണ്, വ്യർത്ഥമാണ്. ഈ വിരസതയാണ് ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്നൊക്കെ കണ്ടെത്തൽ. ആകെ ഒരു എന്താ പറയുന്നത്, സംശയത്തിൻ്റെ ഒരു പാരാവാരത്തിൽ മുങ്ങിപ്പോയ സമയത്തിനെ പിടിച്ചു നിർത്തി ശാസ്ത്രീയത്തെ പരിഷത്താണ്. അപ്പോൾ അതിന് ഈ ജീവിതത്തിൽ അർത്ഥമുണ്ടാക്കുന്നൊരു പ്രക്രിയ മാറി. പിന്നീടാണ് ജീവിതത്തിനെ അർത്ഥം കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പഠിച്ചത് ജനങ്ങൾക്ക് പ്രയോജനകരമാവണം, അങ്ങനെ സ്വന്തം ജീവിതത്തെ നീതീകരിക്കണം, അതിനുവേണ്ടിയുള്ള ശ്രമമായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആർക്കിടെക്ചറിലേക്ക് കടന്നത്. അത് ജനപക്ഷ ആർക്കിടെക്ചറിലേക്ക് പ്രത്യേകിച്ച് കടന്നു. എന്നിട്ടൊരു തികഞ്ഞ ലക്ഷ്യബോധത്തോടുകൂടി തന്നെയാണ് വന്നത്. ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്കറിയാം, ഇല്ലാത്തവർക്ക്, വയ്യാത്തവർക്ക്, വറുതിയുടെ ഈ കടലിൽ ജീവിക്കുന്നവർക്ക് അവർക്കൊരു കൈത്താങ്ങായിട്ട് എൻ്റെ ആർക്കിടെക്ചർ മാറണം എന്നുള്ളത് എനിക്ക് നിശ്ചയമായിരുന്നു. അതുകൊണ്ടായിരിക്കും ഈ ആർക്കിടെക്ചറിലൂടെ തന്നെ ഒരു വലിയ രീതിയിൽ പണം വേണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ്. തീർച്ചയായും. അതുകൊണ്ടായിരിക്കും താങ്കൾ ഈ ഒരു ജനപക്ഷ കാരണം നമുക്ക് ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് ആർക്കിടെക്ചർ ഒരു കോളേജിൽ കുറേ വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ അവരോട് പറയായിരുന്നു, നിങ്ങൾക്കൊരു മുൻപിലൊരു ചോയ്സ് ഉണ്ട്, മുൻപിലൊരു തീരുമാനമെടുക്കാം. കാശുണ്ടാക്കണമെങ്കിൽ ആർക്കിടെക്ചർ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് മറ്റു പല പണികളും ചെയ്ത് കാശുണ്ടാക്കാം. പക്ഷേ ആർക്കിടെക്ചർ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിജ്ഞാബദ്ധ ആർക്കിടെക്ചറുണ്ട്. കാരണം ഇന്ത്യയെ പോലുള്ള രാജ്യം ഒട്ടനവധി അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. ഒരുപാട് പാവപ്പെട്ട ഒരു രാജ്യത്തുണ്ട്, വയ്യാത്തവരുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഭിന്നശേഷിയുള്ള ആൾക്കാരുണ്ട്, ഭിന്നലിംഗക്കാരുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുണ്ട്, വൃദ്ധജനങ്ങളുണ്ട്. ഇത്രയും ഒരു ക്യാൻവാസ് മറ്റേത് രാജ്യത്ത് കിട്ടും. അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് വേണ്ടിയുള്ള വീടുകൾ, ഇത്തരം ആൾക്കാർ നിർമ്മിതികൾ, വീടെന്ന് മാത്രമല്ല അതൊരു ഭാഗത്തും. രണ്ടാമത് നമ്മുടെ ആഗോളീകരണത്തിൻ്റെ കാലത്ത് നമ്മൾ മറ്റ് പല പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. നിർമ്മാണ വസ്തുക്കളുടെ കാര്യത്തിൽ, നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും പടിഞ്ഞാറോട്ട് മുഖം തിരിച്ചിരിക്കുന്നു. എല്ലാ ഉത്തരങ്ങൾക്കും പടിഞ്ഞാറാണ്. ഞാൻ പറയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, വിശിഷ്ടമായിട്ടുള്ള വാസ്തുശില്പ ശൈലിയുടെ തുടക്കം നമ്മളാണ്, മലയാളിയാണ്. ഞാൻ നിങ്ങൾക്കറിയാവുന്ന ഒരു സഞ്ചാരിയാണ്. ലോകത്ത് പല ആർക്കിടെക്ചറും കണ്ട് പലതരം ശൈലികൾ കണ്ട് വളർന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഏറ്റവും ഗഹനമായിട്ടുള്ള വാസ്തുശില്പങ്ങളെ കണ്ടിട്ടുള്ള ഒരു ഭൂമിക കേരളമാണ്. ഇത്രയും കണക്കിലധിഷ്ഠിതമായിട്ടുള്ള, മാത്രമല്ല നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള നിർമ്മാണ വസ്തുക്കൾ വെച്ചിട്ടുള്ള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിനെ പോലെ ഇത്രയും അനർഘമായിട്ടുള്ള നിർമ്മാണ വസ്തുക്കളുടെ ഖനി എവിടെ ഉണ്ട്? കേരളത്തിൽ മണ്ണ് വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. പക്ഷേ അത് കേരളം വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പോൾ ആധുനിക കേരളം? തീർച്ചയായിട്ടും ഇല്ല. കേരളത്തിനൊരു സാമൂഹ്യപരമായിട്ട് ചില, അപ്പം ശ്രുതി എന്ന് പറയുന്നില്ല,
ച്യുതികൾ പറ്റി. എവിടെയാണെന്ന് പറയാം. കേരളത്തിൽ ഈ 1970-കൾ, ഞാനിപ്പോഴും ഓർക്കുന്നത് 1970-കളുടെ മധ്യത്തിലൊക്കെ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കനത്ത രീതിയിൽ കേരളത്തിലേക്ക് പൈസ അയക്കുന്ന, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഏകദേശം പൂർണ്ണമായിട്ടും അവരുടെ കയ്യിലേക്ക് മാറിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഗൾഫ് ബൂം തുടങ്ങുന്ന ഗൾഫ് 70-കളുടെ ആ കാലഘട്ടത്തിൽ മറ്റൊരു വലിയ ഒരു അപജയം മലയാള വാസ്തുശാസ്ത്രത്തിലുണ്ടായി. എന്താണ് അപജയം? ലളിതമായ ജീവിതത്തിൻ്റെ, നമ്മുടെയൊക്കെ ലളിതമായ ജീവിതത്തിൻ്റെ ഭാഗമാകണം വീട് എന്നതാണ് തനത് നമ്മൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ചെറിയ വീട് പണിയുക, അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ നമ്മുടെ സാമൂഹിക കാലാവസ്ഥയ്ക്കും അനുരൂപമായിട്ടുള്ള നിർമ്മാണ ശൈലി, അതിൽ നിന്നൊക്കെ മലയാളി പിന്നോക്കം പോയി. ഇത് പറഞ്ഞ മാത്രമല്ല, കോൺക്രീറ്റ് കൂടാരങ്ങൾ മാത്രമല്ല രാജേഷ്, ഇത് എന്ത് പറ്റിയെന്നറിയാം? അഹങ്കാരത്തിൻ്റെ ചിഹ്നങ്ങളായി, ആർഭാടത്തിൻ്റെ ചിഹ്നമായി, അധികാരത്തിൻ്റെ ചിഹ്നമായി. എന്ന് ഈ കെട്ടിടങ്ങൾ അധികാരത്തിന് ചിഹ്നമായോ അന്ന് മലയാളിയുടെ ദുർഗതി തുടങ്ങി എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പം നോക്കിക്കോളൂ, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, നിങ്ങൾ കാസർഗോഡ് തൊട്ട് പാറശാല വരെ യാത്ര ചെയ്യുമ്പോൾ മുറിപ്പാടുകളാണ്. ഞാനതിനെ വിളിക്കുന്നത് ഗൾഫിൻ്റെ മുറിപ്പാടുകൾ എന്നാണ്. പണി തീരാത്ത വലിയ വീടുകൾ, ആയിരക്കണക്കിന് പണി തീരാത്ത. അതുപോലെ അടയാളപ്പെടുത്തലുകൾ. നമ്മുടെ ജീവിതത്തിന് എന്തിനാണ് ഒരു കെട്ടിടം വെച്ച് അടയാളപ്പെടുന്നത്? വീടിൻ്റെ വലിപ്പം ഒരു വ്യക്തിയുടെ അന്തസ്സിനെ നിശ്ചയിക്കുന്ന രീതിയിലേക്ക്. തീർച്ചയായിട്ടും അതൊരു മലയാളത്തിൻ്റെ സാമ്പത്തിക സമവാക്യങ്ങൾ മുഴുവൻ തെറ്റിച്ചു. ഞാൻ അതാ പറഞ്ഞത്. ഒട്ടേറെ നമ്മൾ മറ്റ് മേഖലകളിൽ, ഒരു വ്യവസായ മേഖലയിൽ, കാർഷിക മേഖലയിൽ, നമുക്ക് ഉൽപ്പാദന മേഖലയിൽ മുടക്കേണ്ട ഒരുപാട് ധനം, ഈ മൂലധന നിക്ഷേപം കെട്ടിടത്തിന് യാതൊരു പ്രത്യുൽപാദന യാതൊരു ഇതില്ല. നമ്മളതിൽ കുറച്ചാൾ ജീവിക്കും, കുറച്ചാൾ മരിക്കും. അതോടുകൂടി നിങ്ങൾ ഇംഗ്ലീഷിൽ ഈ എക്കണോമിക്സ് സമവാക്യത്തിൽ പറയും ഡിപ്രീസിയേഷൻ. കെട്ടിടത്തിന് എപ്പോഴും ഡിപ്രീസിയേഷനാണ്. നിങ്ങളിപ്പോൾ 70 ലക്ഷം രൂപയ്ക്ക് കെട്ടിടം വെച്ചിട്ട് അടുത്ത വർഷം 60 ലക്ഷം രൂപയെ കിട്ടുകയുള്ളൂ. 10-15 വർഷം കഴിഞ്ഞ് സീറോ വാല്യൂയിലേക്ക് പോകും. ഡിപ്രീസിയേഷൻ സീറോ വാല്യൂയിലേക്ക് പോകും. അങ്ങനത്തെ ഒരു നിക്ഷേപത്തിലേക്ക് മലയാളി പോയി. അത് വലിയൊരു ദുര്യോഗമായിട്ട് മാറി. നമ്മളൊരിക്കലും അത്തരം കെട്ടിടങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ ആധുനിക ഈ കാലഘട്ടത്തിൽ ഫ്ലാറ്റ് എന്നുള്ള ഒരു വലിയൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ പരിച്ഛേദങ്ങൾ എന്താണെന്ന് പറയാം? ഒന്ന്, സുരക്ഷയെ പറ്റിയുള്ള നമ്മുടെ വേവലാതി. വാതിൽ തുറന്നിടാൻ കഴിയുന്നില്ല, ജനൽ തുറന്നിടാൻ കഴിയുന്നില്ല. നമ്മുടെ നമുക്ക് ഈ കള്ളന്മാരെ പേടിച്ച് കഴിയുന്ന, നമ്മുടെ സുരക്ഷിതത്വമില്ലാത്തൊരു ലോകത്താണ്. സുരക്ഷിതത്വം ഇല്ലയെന്ന് വെച്ചാൽ അനാഥരായിട്ടുള്ള ലോകത്തിലാണ് നമ്മളെല്ലാം കഴിയുന്നത്. നമ്മളതിൻ്റെ സുരക്ഷയെ പറ്റിയുള്ള അധികമായിട്ടുള്ള ഒരു ബോധമാണ് എനിക്ക് തോന്നുന്നത് ആളുകളുടെ ഫ്ലാറ്റിലേക്ക് മാറുവാൻ. പിന്നെ മുറ്റം വേണ്ട, അത്രയും തൂത്ത് തുടയ്ക്കേണ്ട, അല്ല അങ്ങനത്തെ കുറച്ചുകൂടി സുരക്ഷ കിട്ടും, അങ്ങനത്തെ ചില വേവലാതികളായിരിക്കണം ഫ്ലാറ്റ് സംസ്കാരം ഉയരാൻ കഴിയും. പക്ഷേ ഫ്ലാറ്റ് സംസ്കാരം ഒരു ബദൽ നിർമ്മാണ സങ്കേതമാണെന്ന് രീതിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. കാരണം ചെറിയ ഭൂമിക്കകത്ത് കുറേ ആൾക്കാർ കൂടുതൽ താമസിക്കും. പക്ഷേ കേരളത്തിലെ അപജയം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഫ്ലാറ്റ് ഉണ്ടാവുന്നില്ല, പണക്കാർക്കാണ്. വലിയ വലിയ വീടുകളാണ്. ഞാൻ കേരളത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത്. കേരളത്തിന് മറ്റ് പുറത്ത് ഇപ്പം തമിഴ്നാട്ടിൽ പോലും 5-10 ലക്ഷം രൂപയ്ക്കൊക്കെയുള്ള ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ അനുഗ്രഹമാകുന്നിരിക്കുന്നത്. അത്തരം നിർമ്മിതിയിലേക്ക് ആരും കടന്നു പോകുന്നില്ല. അതാണ് സങ്കടകരമായ കാര്യം. ഈ നടുമുറ്റമൊക്കെ ഉണ്ടായിരുന്ന വീടുകളിൽ നിന്നിപ്പം മുറ്റം ഇല്ലാതായി, ഫ്ലാറ്റുകൾ വന്നു. അതുമാത്രമല്ല, ഉള്ള മുറ്റത്ത് തന്നെ മണ്ണ് മാറ്റിയിട്ട് ടൈൽസ് ഇടുന്ന ഒരു ശീലവും മലയാളി ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. നമുക്ക് ഈ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വീട് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും 4 ചുമരുകളല്ല, ചുമരുകൾക്കപ്പുറം വരുന്നു. അത് മണ്ണിനെ പറ്റി സംസാരിക്കുന്നു, ജലത്തെപ്പറ്റി സംസാരിക്കുന്നു, മറ്റൊരുപാട് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു, സാമൂഹ്യ കാലാവസ്ഥയെപ്പറ്റി സംസാരിക്കുന്നു, നമ്മുടെ ഫിസിക്കൽ ക്ലൈമറ്റിന് കാലാവസ്ഥയെപ്പറ്റി സംസാരിക്കുന്നു, കാറ്റിനെക്കുറിച്ച് സംസാരിക്കുന്നു, ചെടികളെപ്പറ്റി സംസാരിക്കുന്നു, പൂക്കളെപ്പറ്റി സംസാരിക്കുന്നു, ആകാശത്തെപ്പറ്റി സംസാരിക്കുന്നു, ചൂടിനെപ്പറ്റി സംസാരിക്കുന്നു, തണുപ്പിനെപ്പറ്റി സംസാരിക്കുന്നു. നമുക്ക് വേണ്ട തണുപ്പുള്ള വീടുകളാണ്. ഈ എന്തുകൊണ്ട് നടുമുറ്റം എന്ന് ചോദിക്കുന്നതിന് തണുപ്പുണ്ടാക്കുന്ന ഒരു നമ്മുടെ കാലാവസ്ഥയെ സൂക്ഷ്മമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു സമീപനമായിട്ടാണ് അത് കണ്ടിരുന്നത്. അതിൽ നിന്നുള്ള തിരിച്ചുപോക്ക് എനിക്ക് മലയാള വാസ്തുശില്പ രംഗത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ബദൽ ഒരു ചോദ്യം ചോദിച്ചേക്കാം. എന്താണ് ബദൽ ചോദ്യം? ചെറിയ സ്ഥലങ്ങളിൽ എങ്ങനെ നടുമുറ്റം? അതെ, പ്രത്യേകിച്ച് അത് മാത്രമല്ല ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളം. സ്ഥലം പരിമിതമുണ്ട്. ഞാൻ വളരെ ഇതായിട്ട് പറയാം, അതായത് ഫ്ലാറ്റുകളിൽ തന്നെ ചില പരീക്ഷണം ചെയ്യാം. ഞങ്ങൾ ഈയിടെ ഗവൺമെൻറ്റിന് വേണ്ടി തന്നെ പരീക്ഷിക്കുന്ന ചില കാര്യമുണ്ട്. ഇപ്പോൾ 2 ഏക്കർ സ്ഥലത്ത് 130 വീടുകൾ,
അപ്പം ഒരു സെൻറ്റ് പോലും വേണ്ട ഒരു വീട് വയ്ക്കുക. അങ്ങനെയൊക്കെയുള്ള ചില പരീക്ഷണങ്ങൾ വലിയ ബഹുനില മന്ദിരങ്ങളല്ല, 2ഓ 3ഓ നിലയുള്ള കെട്ടിടങ്ങൾ വെച്ച് കഴിഞ്ഞാൽ 2 സെൻറ്റ് സ്ഥലത്തിന് താഴെ ഒരു വീട് വയ്ക്കാൻ കഴിയും. ഒരുപക്ഷെ അത്തരം നിർമ്മാണ സമുച്ചയങ്ങൾ ഭാവിയിൽ വന്നേക്കാം എന്നാണ്. സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട്. പക്ഷേ ഇവിടെ രാഷ്ട്രീയപരമായിട്ടൊരു വലിയൊരു സന്ദേഹം എനിക്ക് പറയാനുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഇതിനകത്ത് കേരളം 1957 ഭൂപരിഷ്കരണ നിയമം, വിപ്ലവകരമായി ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയല്ലോ. അതിന് വലിയ സാമൂഹ്യ മാനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നത്, കേരളത്തിലെ ഭവന നിർമ്മാണ ദാരിദ്ര്യം കുറയുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ അന്ന് നമ്മൾ നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമമാണ്. ഭൂപരിഷ്കരണ നിയമം വലിയ രീതിയിലുള്ള സാമൂഹ്യ വിപ്ലവമുണ്ട്. പ്രത്യേകിച്ച് ഇല്ലാത്തവന് നമുക്കൊരു ഭൂമി ഉണ്ടാക്കിയാൽ ഒരു സ്വപ്നം പണിയാണ്. ഭൂമി ഇല്ലാത്തവനാണ് പ്രശ്നം. ഒരു ഭൂമി ഉണ്ടെങ്കിൽ നമ്മൾ 4 കാല് വെച്ച് എങ്ങനെയെങ്കിലും ഒരു വീട് പണിയും. അതില്ലാത്തതാണ് പ്രശ്നം. ഭൂമിയുടെ പ്രശ്നങ്ങൾ നമ്മൾ എന്താ പ്രശ്നം തരും? 90% ഭൂമി 10% ആൾക്കാരുടെ കയ്യിലിരിക്കുന്നു. അപ്പോൾ 90% ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാക്കി 10% ഭൂമിക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, പോരാടുന്നത്. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള നമുക്ക് ഭൂപരിഷ്കരണ നിയമം പുത്തൻ മാനങ്ങളിലേക്ക് കൊണ്ടുവരണം. നമ്മൾ സംസാരിക്കുന്ന വേളയിലും ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിൽ വലിയ രീതിയിൽ സംസാരിക്കുകയാണ്. നമുക്ക് ഭൂമിക്ക് ഈ ചിഹ്നങ്ങൾ വെച്ച് അടയാളപ്പെടുത്തി ഈ കയ്യേറുന്നൊരു പ്രവണത എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഇത് കയ്യേറ്റമാണ്, ഭൂമിയുടെ പേരിലുള്ള അധിനിവേശമാണ്. ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കേണ്ടിയിരിക്കും. കാരണം ഭൂമി സത്യം പറഞ്ഞാൽ ആദിവാസികളുടെ ഇതൊക്കെയാണ്. നമുക്കതിനകത്ത് അവകാശമില്ല. അവിടെ കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്നൊരു പദ്ധതിയാണ് ലൈഫ് പദ്ധതി. ഈ ലൈഫ് മിഷൻ എന്നുണ്ട്. കേരളം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു മുഖ്യം. ആ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് എന്താണ്? വീടല്ല കൊടുക്കുന്നത്, ഒരു ജീവിതമാണെന്നുള്ളതാണ്. വീടിനോടനുബന്ധിച്ച് അവർ തൊഴിൽ ചെയ്യുവാനായിട്ടുള്ള സൗകര്യങ്ങൾ വരെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുത്തൻ പരിപ്രേക്ഷ്യത്തിന് കേരള സർക്കാർ രൂപം കൊടുത്തിരിക്കുകയാണ്. ചെറിയ വാക്കപ്പ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയും, 2 നില 3 നില നടക്കാവുന്ന രീതിയിൽ. ഞാൻ പറയട്ടെ, 2 ഏക്കർ സ്ഥലത്ത് ഈ 130 തൊട്ട് 140 ആൾക്കാർക്ക് വീട് വയ്ക്കാൻ കഴിയുമെങ്കിൽ അത്തരം രീതികളിലേക്ക് ഒരുപക്ഷെ ഭൂമി ഇല്ലാത്ത സ്ഥലത്ത് വീട് വയ്ക്കാനായിട്ട് നമുക്ക് കഴിയുന്നു. ഈ വീട് ഒരു വലിയ വലിപ്പമുള്ളതാവണമെന്നുണ്ടോ? ഉണ്ടോ ശരിക്കും? ഇല്ല. നമ്മുടെ പണ്ടത്തെ നമ്മുടെ വാസ്തുശില്പ ചരിത്രം നോക്കിയറിയാം, തായ് വീടെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും വീട് വെച്ച് മുടിഞ്ഞ ചരിത്രമില്ല. വീട് വെച്ച് മുടിയുന്ന ചരിത്രം നമ്മുടേതാണ്, വർത്തമാനകാല ചരിത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അത് ചെറിയ വീടുകൾ എന്ന് പറയുന്നതാണ് നമുക്ക് അഭികാമ്യം. ഇപ്പം പലരും പറയും, തീർച്ചയായിട്ടും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മാറിയേക്കാം, സാമൂഹിക സാഹചര്യങ്ങൾ മാറിയേക്കാം, സാമ്പത്തിക ഈ നമ്മുടെ അഭിവൃദ്ധിക്കുള്ള ഒരുപാട് വാതിലുകൾ ഭാവിയിൽ തുറന്നിട്ടേക്കാം. ഞാൻ പറയുന്ന ആദ്യത്തെ ഘട്ടത്തിൽ ചെറിയൊരു വീട് പണിയാൻ, വളരുവാനുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ടിട്ട് ചെറിയ വീട് പണിയാൻ. ഇപ്പോൾ 1 ബെഡ്റൂമാണെങ്കിൽ 1 ബെഡ്റൂം, 2 ബെഡ്റൂമാണെങ്കിൽ 2 ബെഡ്റൂം, അത് കഴിഞ്ഞ് 3ാമത്തെ ബെഡ്റൂം പണിയാം, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ 4ാമത്തെ ബെഡ്റൂം പണിയാം. അതിൽ കൂടുതൽ എല്ലാം കൂടെ ഒരുമിച്ച് പണിയണമെന്നില്ല. ഇല്ല, ഘട്ടം ഘട്ടമായിട്ട് പണിയാം. സാമ്പത്തികം എത്ര പൈസയുണ്ടോ അതിനകത്ത് വീട് വയ്ക്കുവാൻ പഠിക്കുന്ന രീതിയിൽ നമുക്കിവിടെ അടിതെറ്റുന്നതറിയാം. നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും വരും, സാറേ എത്ര രൂപയുണ്ട്? എനിക്ക് 20 ലക്ഷം രൂപയുണ്ട്. 20 ലക്ഷം രൂപയോട് ഞാൻ പറയും, 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞത് കെട്ടിടത്തിന് മാത്രമാണ്. അത് സാർ എല്ലാം കൂടെ 20 ലക്ഷം. ഞാൻ പറയും അതാണ് ചതിക്കുഴി. കാരണം മതിൽ കെട്ടണം, ഗേറ്റ് പണിയണം, നമുക്കൊരു കിണർ പണിയണം, നമുക്ക് വേറെ എന്തെങ്കിലും സംഭവം പണിയണം, മുറ്റത്ത് കുറേ ചെടി വയ്ക്കണം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പൈസയാവും. ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊണ്ടുവന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണേ, അതിന് പൈസ കൊടുക്കണം. ഗവൺമെൻറ് അടയ്ക്കേണ്ട ചില ഈ കടങ്ങളുണ്ട്, അത് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് എസ്റ്റിമേറ്റ് മാറും. 20 എന്നുള്ളത് ചിലപ്പോൾ 25 ലക്ഷം രൂപയാവും. ദുർബലമായ ഭൂമിയാണെങ്കിൽ ചിലപ്പോൾ 4 ലക്ഷം രൂപ ഫൗണ്ടേഷന് രൂപയാവും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. അല്ല, ഈ ഇപ്പോൾ വീടിനേക്കാൾ വലിയ മതിലും അതിലും വലിയ ഗേറ്റും വയ്ക്കുന്ന ഒരു കാലം കൂടിയാണ്. ഞാൻ രസകരമായൊരു സംഭവം നിങ്ങളോട് പറയട്ടെ. ചില ആൾക്കാർ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഈ ഇരുമയ്യാണെങ്കിലും നമ്മൾ ഒറ്റയല്ലേ, ഒറ്റ കേരളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. 2 ആന്ധ്രാപ്രദേശുകാർ എൻ്റെ അടുത്ത് അതുപോലെ. അവരുടെ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് മതിലുകളൊന്നും വേണ്ട, ഞങ്ങൾ ഒന്നിച്ച് 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് 2-5 സെൻറ്റായിട്ട് വലിയ VSSൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരെ അവർ പറഞ്ഞു 5 സെൻറ്റ് മതി നമ്മൾ കേട്ടു. പറഞ്ഞു അവരുടെ ആദ്യത്തെ മതിലുകൾ വേണ്ട, ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഒരു ഗേറ്റ് മതി. ഈ കെട്ടിടം ഫൗണ്ടേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലൊരാൾ പറഞ്ഞു, അല്ല ശങ്കർ, ആ മതിലുകളുടെ ഇടയിൽ അതിൽ ഫൗണ്ടേഷൻ ചെയ്തിടാം, കാരണം നമ്മുടെ സ്ഥലം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയണമല്ലോ. നേരത്തെ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. ഫൗണ്ടേഷൻ കെട്ടിടം വരുന്നതോറും കെട്ടിടം ഈ ഫൗണ്ടേഷൻ ലിൻഡലായി റൂഫായപ്പോഴത്തേക്ക് അതിനിടയിലുള്ള മതിലും വളർന്നുകൊണ്ടിരുന്നു. അവസാനം പറഞ്ഞത്
ഒരു സ്ത്രീ എന്നോട് വ്യക്തിപരമായിട്ട് വിളിച്ചു പറഞ്ഞു, അപ്പുറത്തെ വീട്ടിൽ പുക പോലും എനിക്ക് കാണരുത്. നിങ്ങൾ ആലോചിച്ച് 10 അടി, ഒരു 5 സെൻറ്റ് സ്ഥലത്തിൻ്റെ മധ്യഭാഗത്ത് 10 അടി ഉയരമുള്ള ഒരു മതിൽ വന്നു. കാറ്റിനെയും വെളിച്ചെനെയും നിഷേധിച്ചുകൊണ്ട് ഈ അതിർത്തിയിൽ ഒരു 10 അടി പൊക്കമുള്ള മതിൽ വന്നു. യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിലാണ് മതിൽ. ഞാൻ പറയട്ടെ, ഞാൻ ഈയിടെ ഒരു പ്രശസ്ത, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിയുടെ ഒരു കവിത വായിച്ചു. ഈ അതിർത്തി വേലികൾ നമ്മൾ കേട്ടില്ലേ? അതിർത്തി, ഞാൻ എപ്പോഴും മനസ്സിൽ കാണുന്ന ഒരു മെറ്റഫറാണ് അതിർത്തി വേലി. മുള്ളുവേലി, ഈ മുള്ളുവേലിക്കകത്തൊരു പൂത്ത്, ഇതൊന്നും അറിയാതെ ഒരു തൊട്ടാവാടിയെപ്പോലൊരു ചെടി വന്ന് വളരുന്നു, അതിനകത്തൊരു പൂവ് കാണുന്നു. ഞാൻ ONV കുറിച്ച് എപ്പോഴും ആലോചിക്കും, മനസ്സിൽ ഇന്നൊരു പൂ വിരിയുന്നു, പേരിടാൻ അറിയില്ല. ഞാൻ ഇന്ന് സ്വപ്നം കാണുന്ന ലോകത്ത് മതിലുകളില്ല. മതിലുകളില്ലാതെ മനുഷ്യർ സ്നേഹത്തോടെ ഒന്നിച്ച് താമസിക്കുന്ന എൻ്റെ മനസ്സിലെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം അതാണ്. ഒരു ഹാബിറ്റാറ്റ് കമ്മ്യൂൺ, അത് സ്വപ്നങ്ങൾ പങ്കിടുന്ന, സ്നേഹിക്കുന്ന, പരസ്പരം സ്നേഹം പങ്കിടുവാൻ കഴിയുന്ന ഒരു സമൂഹത്തെ, അക്ഷരാർത്ഥത്തിൽ മതിലുകളില്ലാത്ത സമൂഹത്തെ, ഗേറ്റും മതിലുകളൊക്കെ വെച്ച് വേർതിരിയാത്ത സമൂഹത്തെ, ഒന്നിച്ച് താമസിക്കുന്ന, ഒന്നിച്ച് സ്വപ്നം കാണുന്നൊരു സമൂഹത്തെ, അതൊക്കെ കാണാനായിട്ട് ഞാൻ ബാക്കി നിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള നിലയിൽ ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം താങ്കൾ കാണുന്ന ഏതാണ്? ഇപ്പം കിടപ്പ് വലുതാക്കാൻ ആൾക്കാർ. ഞാൻ വളരെ രസകരമാണ്. ഞാൻ ഈ വീടെന്ന് പറയുന്നത് മുറികളുടെ സങ്കലനമായിട്ട് ഒരിക്കലും കാണാറില്ല, ഇടങ്ങളുടെ സങ്കലനമാണ്. ഞാനിപ്പോൾ ഇന്നലെ മന്ത്രി അനാവരണം ചെയ്യപ്പെട്ട കെട്ടിടത്തിനകത്ത് ഞാൻ ആരോട് മന്ത്രി ചോദിച്ചു, എന്താണ് 5 പേർ കിടക്കാനുള്ള സ്ഥലമാണെന്നാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യം, ഇല്ലാത്തവന് ഏറ്റവും അത്യാവശ്യം സുരക്ഷിതമായിട്ട് കിടക്കാനുള്ള സ്ഥലം, പഠിക്കാനുള്ള സ്ഥലം, പുസ്തകം വായിക്കാനുള്ള സ്ഥലം. ഞാൻ ഇപ്പോഴും ഓർത്തെടുക്കുന്ന വേലപ്പൻ്റെ വീടുണ്ട്. എന്നെപ്പോലെ സിനിമ കണ്ടുകൊണ്ട് നടന്ന ഒരു പത്രപ്രവർത്തനം കലാകൗമുദിയിൽ. അതെ അതെ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു തിരുവനന്തപുരത്തെ സാംസ്കാരിക സദസ്സിൽ മൗനത്തിൻ്റെ ഒരു നിറദീപമായിരുന്നു വേലപ്പൻ. ഒരു ദീപ്തവും സൗമ്യമായ സാന്നിധ്യം എന്നൊക്കെ നമ്മുടെ ഭാഷാപ്രയോഗമുണ്ട്. അതൊക്കെയായിരുന്നു വേലപ്പൻ. വേലപ്പൻ എന്നോട് കല്യാണം കഴിച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് വീട് വയ്ക്കാൻ വന്നു. ശങ്കര, എനിക്ക് ആപ്പടെ 10,000 രൂപയുള്ളൂ, അതിനകത്ത് നിനക്ക് എന്തെങ്കിലുമൊക്കെ കഴിയും. ഞാൻ പറഞ്ഞു ചെയ്യാം. വേലപ്പൻ എൻ്റെ 1 ലൈൻ നിർദ്ദേശിച്ചു. എന്നോട് പറഞ്ഞു, പുസ്തകങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ, എനിക്ക് ആപ്പടെ എൻ്റെ സമ്പാദ്യം പുസ്തകങ്ങളാണ്, അത് വയ്ക്കുവാനും എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് അക്ഷരങ്ങളെ ശ്വസിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞത് വേലപ്പനാണ്. അതുകൊണ്ടാണ് വേലപ്പൻ്റെ വീട് എനിക്ക് പ്രിയം. ഞാൻ 11,000 രൂപയ്ക്ക് വീട് ചെയ്ത് കൊടുത്തു. ഒരു നമ്മൾ നിശ്ചിതമായ സ്ഥലമൊന്നുമില്ല. വേലപ്പൻ്റെ അന്നൊരു കുഞ്ഞുണ്ട് വേലപ്പന്, അപ്പു 2 വയസ്സാണ്. ഇന്ന് മിടുക്കനായ എഞ്ചിനീയറാണ് അപ്പുവും വേലപ്പനും ഭാര്യ റോസമ്മയും കൂടെ കിടന്ന കട്ടിലായിരുന്നു അപ്പുവിൻ്റെ വേലപ്പൻ്റെ ബെഡ്റൂം. ഒരു കട്ടിൽ തന്നെയായിരുന്നു വേലപ്പൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത്. അത്ര ചെറിയ സ്ഥലമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കെട്ടിട നിർമ്മിതി വേലപ്പൻ്റെ തന്നെയാണ്. ഇപ്പോൾ ഈ 30-ാം വർഷത്തിൽ താങ്കൾ ഈ ചെളിയും മുളയും കൊണ്ടുള്ള ഒരു ഭവന നിർമ്മാണ ശൈലി കൂടുതൽ പ്രചരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഒരു സംശയം ചോദിക്കുകയാണ്, ഈ ചെളി കൊണ്ടുള്ള ഒരു വീടിന് ഉറപ്പ് എങ്ങനെയായിരിക്കും? ഒരു ഉറപ്പെന്ന് പറഞ്ഞാൽ അതെ, തീർച്ചയായും ഒരു കെട്ടിടത്തിൻ്റെ ഒരു നിർമ്മാണ വസ്തുവിനെ പറ്റി, നിർമ്മാണ രീതിയെപ്പറ്റി അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നത് പല നിശ്ചയങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഉറപ്പ്, അതിൻ്റെ ആയുസ്, അതിൻ്റെ മറ്റ് ചില എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ്, ചിതലരിക്കുന്നത്, അല്ലെ തണുപ്പ് വരുന്നത്, ഇതൊക്കെയാണൊരു സാധാരണ. അതൊക്കെ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ടാണ് മണ്ണിനെപ്പറ്റിയും മുളയെപ്പറ്റിയും കുമ്മായത്തെപ്പറ്റിയും ഞാനൊരു പ്രാർത്ഥന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രതിരോധ ചിഹ്നം കൂടെയാണ്. കേരളത്തിലെ മണ്ണ്, ഇത്രയും ഞാൻ പറയുന്നത് കനകഗർഭയായ മണ്ണ് എവിടെ നിന്ന് കിട്ടും? കേരളത്തിൽ മാത്രമാണ് ഇത്ര കനകഗർഭയായ മണ്ണ്. നമ്മുടെ മണ്ണ് കൊണ്ട് ഞാൻ പറയുന്നത് എന്താ പറയുന്നത്, ഒരു കുംഭകാരൻ്റെ കയ്യിലൊരു കലത്തിൻ്റെ ഒരു വിസ്മയം വിടരുന്ന പോലെ, ഒരു വാസിപ്പയുടെ കയ്യിൽ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ മേസ്ത്രിയും കൂടാണ്, ഞാൻ കൈകൊണ്ട് പണി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ എൻ്റെ വിരലുകളിൽ വിരിയുന്ന വിസ്മയം എന്നൊക്കെ നമ്മൾ ചില ഭാഷാപ്രയോഗമില്ല, അതുപോലെ വളരെ സെൻഷ്യൂസായിട്ട് വളരെ ഭംഗിയോട് ചാരുതയോട് കൂടി കെട്ടിടം പണിയാമെന്നുള്ളത് വലിയ. അതിൻ്റെ നിറം, മണ്ണിൻ്റെ മണം, എനിക്ക് മഴയത്ത് ഭയങ്കര ആദ്യത്തെ എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ മഴയത്ത് മണ്ണിൻ്റെ മണം എന്നെ മതിപ്പിക്കുന്ന മണമാണ്. അപ്പം അങ്ങനത്തെ ഒരു മനസ്സിന്, മണ്ണിനെ മതിപ്പിക്കുന്ന മണം തിരിച്ചറിയുന്നൊരു മനസ്സിന്, മണ്ണിന് നിറം ആണ് ലോകത്തിലേക്കും ശ്രേഷ്ഠമായ നിറമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. ഈ സിമെൻറ്റിൻ്റെ ഒരു ഉപയോഗം അന്നേരം പൂർണ്ണമായിട്ട് ഒഴിവാകും. സിമെൻറ്റിനെ പറ്റിയുള്ള നമ്മുടെ ജൂലിയസ് നെറേറെ, ടാൻസാനിയൻ പഴയ പ്രസിഡന്റ് ജൂലിയസ് നെറേറെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സിമെൻറ്റിനോടുള്ള അഭിനിവേശം മനസ്സിൻ്റെ മരവിപ്പിനെയാണ് കാണിക്കുന്നതെന്ന്. എനിക്ക് തത്തുല്യമായിട്ട് സിമെൻ്റ് എന്ന് പറയുന്നത്
വേണം. നമുക്ക് പല കാര്യങ്ങൾക്ക് അതിന് ബദലുണ്ടായിട്ടില്ല. ഇപ്പോൾ വലിയൊരു അണക്കെട്ട് പണിയണമെങ്കിലോ പാലം പണിയണമെങ്കിലോ വീടുകൾ പണിയാനായിട്ട് ഇത് ഉപേക്ഷിക്കണം. വീടുകൾ മണ്ണ് മതി. ഫൗണ്ടേഷൻ പണിയുന്നതിന് ഒന്നും സിമെൻറ്റ് വേണ്ട. നമ്മൾ അത്തരം ഒരു ഇതിലേക്ക് പോകണം. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സ്ട്രീം ലോജിക്കലിലേക്ക് പോകണം. ഇതുവരെ നമ്മൾ മണ്ണ് ഫൗണ്ടേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഭിത്തിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, മണ്ണ് വെച്ച് തേച്ചിട്ടുണ്ട്, മണ്ണ് വെച്ച് ഫർണിച്ചർ ചെയ്തിട്ടുണ്ട്. അതല്ല സുഹൃത്തെ ഞാൻ ചെയ്യുന്നത്. മണ്ണ് വെച്ച് കൂരകൾ പണിയാണ്. മണ്ണ് വെച്ച് കൂരകൾ പണിയുന്നു. സിമെൻറ്റും കമ്പിയില്ലാതെ മണ്ണ് വെച്ച് കൂരകൾ പണിയുമ്പോൾ അതിലെനിക്ക് ലോകത്തിൽ അത്യത്ഭുതകരമായ കാര്യമാണ്. അത് കാണുമ്പോൾ എനിക്കൊന്ന് ഇതിന് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടും. എൻ്റെ കെട്ടിടങ്ങളുടെ ഉത്തരങ്ങളാണ്, എൻ്റെ മുളവീട്, എൻ്റെ മൺവീട് നിങ്ങൾ അനുഭവിക്കാനുള്ളതാണ്. അതിൻ്റെ തണുപ്പ് ഇപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ വാക്കുകളിലൂടെ അതെനിക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. അല്ല, ഇപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ, ഇപ്പോൾ ഒരു മണ്ണ് കൊണ്ടുള്ളൊരു വീട് അല്ലെങ്കിൽ മുള കൊണ്ടുള്ളൊരു വീട്, ഇതൊക്കെ എത്ര കാലം അത്ര ആയുസ് ഉണ്ടാകും എന്നൊക്കെ സ്വാഭാവികമായിട്ടൊരു സംശയം ചോദിക്കാം. സംശയം തോന്നാം. രസകരമായ ഒരു ഉത്തരം ഞാൻ പറയാം. രസകരമല്ല, ഇത് അർത്ഥപൂർണ്ണമായ ഉത്തരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ പറയും, ആലിലകൃഷ്ണൻ ഈ പ്രളയത്തിൽ ഒഴുകി വരും ദിവസം, അതാണ് ലോകാവസാനം. പ്രളയം ലോകാവസാനം. ഞാൻ ധൈര്യപൂർവ്വം പറയുന്നു, ഹിന്ദിയിൽ ദിൽസെ എന്ന് പറയും, ഹൃദയപൂർവ്വം പറയുന്നു. ഈ കെട്ടിടങ്ങൾ നമ്മൾ കെട്ടിടത്തിൽ ക്ഷണിക്കുമ്പോൾ കൽപ്പാന്ത കാലത്തോളം നിലനിൽക്കുന്നതാണ്. ഇത് ഇടിച്ച് കളയുന്നവരെ നിലനിൽക്കുന്നതാണ് നമ്മുടെ മണ്ണിൻ്റെ കെട്ടിടങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലെ 80% കെട്ടിടങ്ങളും മണ്ണ് പോലത്തെ, ഇംഗ്ലീഷിൽ വേറൊരു വാക്ക് പറയും, ബയോമാസ് മെറ്റീരിയൽ എന്ന് പറയും. മൺകെട്ടിടങ്ങൾ തന്നെ പരിരക്ഷിക്കപ്പെടുന്ന കെട്ടിടങ്ങൾ. ഞാനത് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. പരിരക്ഷിക്കപ്പെടുന്ന ഒരു കെട്ടിടവും തകരുന്നില്ല. തകരുന്നത് പരിരക്ഷിക്കപ്പെടാത്ത കെട്ടിടമാണ്. ഇപ്പോൾ വെള്ളപ്പൊക്കം വരുന്നൊരു സ്ഥലത്ത് മണ്ണ് വീണ് ചിലപ്പം മണ്ണാങ്കട്ട പോലെ അലിഞ്ഞു പോകും. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള ശാസ്ത്രം നമുക്കുണ്ട്. ആ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കും.